കണ്ടില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണസാരഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിലൂടെ ഒരു പാതിരാ സമയത്ത് ഇങ്ങനെ മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ പാതിരാവിന്റെ പഴുതിൽ എവിടെ നിന്നോ ഒരു വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാത്രിയുടെ യാമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ആരോ പാട്ടുപാടുന്നു. എവിടെ നിന്നോ ശോകാർദ്രമായൊരു പ്രേമഗാനം ആരോ ആലപിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാ ശബ്ദം കേൾക്കണത്, എവിടുന്നാ പാട്ട് കേൾക്കണത്? മെല്ലെ മെല്ലെ പാട്ട് കേട്ട താഴ്വാരയിലേക്ക് നടന്ന് ചെല്ലുന്നു. ഒരു ചെറിയ താഴ്വാരത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മധുര 17കാരിയായ പെണ്ണിന്റെ പാട്ടാണ്. തതാവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു ഫഅറാഖനി അല്ലാ ഖലീലുൻ നുലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു തതവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു. ഓ, ഈ രാത്രി എത്ര സുദീർഘമാണ്. ഒരു വീട്ടിന്റെ അകത്തളത്തിൽ ഏകാഗിയായ ഒരു മധുര 17കാരിയായ പെണ്ണ് പാടുകയാണ്. ഈ രാത്രി എത്ര സുദീർഘമാണ്. എന്തുകൊണ്ടാണ് കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ഉദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഒന്ന് പെട്ടെന്ന് പ്രഭാതമാകാത്തത്? എന്തുകൊണ്ടാണ്? ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്. എന്റെ കളിത്തോഴൻ എന്റെ അടുക്കൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ, എന്റെ കളിത്തോഴനായ എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ഭർത്താവ് എന്റെ കിടപ്പറയിൽ എന്നോടൊപ്പം ഇല്ലല്ലോ. ഈ രാത്രി എന്താണെന്ന് നേരമെടുക്കാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും സശ്രദ്ധപൂർവ്വം ആ പാട്ടിനിങ്ങനെ കാതോർത്തു. ആ പെണ്ണ് പറയുന്നു, ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിൽ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് ആത്മാർത്ഥതയും സ്നേഹവുമില്ലായിരുന്നെങ്കിൽ, ഏകയായി കഴിയുന്ന പെണ്ണ് പാടുന്നു, പടച്ചോനാണ് എനിക്ക് പടച്ചോനെ പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ, ഈ താഴ്വാരത്ത് ആട്ടിൻപറ്റങ്ങളെ നയിക്കാൻ വരുന്ന കോമളന്മാരായ ആൺപിള്ളേരെ കൊണ്ട് എന്റെ കട്ടില് ചലിക്കുമായിരുന്നു. പക്ഷേ ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു. ആ പെങ്ങളുടെ മനസ്സകങ്ങളിൽ അല്ലാഹുവിനോട് പേടിയുണ്ട്. ആ പെങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെയും ഇഷ്ടത്തിന്റെയും ആത്മാർത്ഥതയുടെയും മലമാലകൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്നുണ്ട്. ഇതെന്തൊരു മഹിതമായ മാതൃകയാണ്.